കേരളത്തിലുണ്ടായിരുന്നു. KPCC സംഘടിപ്പിച്ച വിജയോത്സവം മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയത്. െല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർക്ക് രാഹുലിനോട് സംസാരിക്കാൻ അവസരം. നേതാവ് നിങ്ങളുമായി ഒരു 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും 1-2-3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അങ്ങനെയല്ല ഹിന്ദി തന്നെ. ചോദ്യം ഹിന്ദിയിലായിരുന്നു. എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ബംഗാളിൽ വികസനം വരാത്തത്? ഇതായിരുന്നു ആ ചോദ്യം. കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു രാഹുൽ ഗാന്ധി. കേരളത്തിൽ 18 കോൺഗ്രസ് MPമാരുണ്ട് പാർലമെന്റിൽ. എന്തായിരിക്കും രാഹുലിന്റെ മറുപടി? കേൾക്കാം. വീട് മുതലാളി പോട്ടെ. പോട്ടെ 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 ഒടിഞ്ഞു പോട്ടെ ഒടിഞ്ഞ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. രാഹുലിന് വേണ്ടി മറുപടി പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. അതായത് തൊഴിലുറപ്പിനെ പറ്റി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. അതെന്താണ്? വികസനം സംസാരിക്കാൻ പറ്റില്ലേ? കേരളം പിടിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമല്ലേ ഈ മഹാപഞ്ചായത്ത്? അതൊക്കെ പോട്ടെ, ആ വേദിയിൽ MPമാർ, MLAമാർ, DCC അധ്യക്ഷന്മാർ, KPCC അധ്യക്ഷൻ, അങ്ങനെ നേതാക്കന്മാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. ആർക്കും രാഷ്ട്രീയ നേട്ടത്തിന് പോലും ബംഗാൾ ഇത്രയും കാലം ഭരിച്ചത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും തോന്നിയില്ലേ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഒരു പയ്യന്റെ മുന്നിൽ ക്ലീൻ ബൗൾഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ. ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ പരിപാടിയാണ്. ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പരിപാടി തീർന്നു. खत्म, बाय बाय, टाटा, गुड बाय, गया.